ഉല്ലാസ് ബാബു, ഇവിടെ ഈ മന്ത്രി, നിങ്ങൾ ഈ BJP-യുടെ കുൻവർ വിജയ് ഷാ എന്ന് പറയുന്ന ഈ മന്ത്രി പറഞ്ഞത് ശുദ്ധമായ തോന്നിയവാസവും മര്യാദകേടുമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് BL സന്തോഷ് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹമാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞത്. പക്ഷേ അത് ഈ മന്ത്രിയുടെ പേരെടുത്ത് പറയാതെ സോഫിയ ഖുറേഷിക്ക് ഒരു പിന്തുണ, നല്ല കാര്യം, നമുക്ക് എല്ലാം പിന്തുണയാണല്ലോ. ഈ മന്ത്രിയെ പുറത്താക്കാൻ ആ സർക്കാർ തയ്യാറാവാത്ത എന്താണ് ഉല്ലാസ് ബാബു? പുറത്താക്കേണ്ടതല്ലേ ഉല്ലാസ് ബാബു? ഹാഷ്മി, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ബഹുമാനിയായിട്ടുള്ള കേണൽ സോഫിയ ഖുറേഷിയെ 100% അവർക്കൊപ്പം തന്നെയാണ്, അവർക്ക് പരിപൂർണ പിന്തുണയാണ്. ഒപ്പം തന്നെ ഈ പറയപ്പെടുന്ന വ്യക്തി, മന്ത്രി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തെറ്റുമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം പറയേണ്ട ഒരു കാര്യവുമല്ല, പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം അത് തൊട്ട് സത്യം ചെയ്ത് വന്നിട്ടുള്ള വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം ഇത് പറയാൻ പാടാത്തതുമാണ്. അത് പറയേണ്ട ആവശ്യകത ഭാരതത്തിൽ ഇന്ന് ഇല്ലാത്തതുമാണ്. ഒരു കാരണവശാലും അത് പറയാൻ പറഞ്ഞതിനെ അംഗീകരിക്കുന്നുമില്ല. പിന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു പാർട്ടി എന്ന രീതിയിൽ ആ പാർട്ടി എന്ത് നടപടിയെടുക്കണമെന്നുള്ളത് പരിപൂർണമായിട്ടും ഹാഷ്മിയും ഞാനും ഒക്കെ പൂർണ്ണമായിട്ട് എന്തിനാണോ വേണ്ടി വാദിക്കുന്നത് ആ വാദിക്കുന്ന വിഷയത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നമ്മുടെ പ്രയാസമുണ്ടാക്കിയ, നമ്മുടെ നാടിന് ദോഷമുണ്ടാക്കിയിട്ടുള്ള ശക്തികൾക്ക് നേരെ ശക്തമായി നമ്മൾ രംഗത്ത് വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി ബഹുമാനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട്, സൈന്യത്തിന് പൂർണ്ണ അധികാരം കൊടുത്തുകൊണ്ട്, അവർക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരം കൊടുത്തുകൊണ്ട്, സൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച് സൈന്യത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഞാനും ഹാഷ്മിയും അടക്കമുള്ള ആളുകൾ, ഞാൻ അതിനുശേഷം പിന്നെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല, പക്ഷേ ഹാഷ്മിയോടും പറയുന്നു, നിങ്ങളുടെ റിപ്പോർട്ടിങ്ങൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ എല്ലാവരും ഒരു കെട്ടായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ നേരിട്ടതും ആ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ നാടിന് ദോഷം ചെയ്തവർക്ക് നേരെ നമ്മൾ ശക്തമായി നിന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി, അത് BJP-യുടെ വ്യക്തിയായതുകൊണ്ട് അല്ലെങ്കിൽ BJP-യുടെ നേതാവായതുകൊണ്ട് ഞങ്ങൾ BJP അയാൾ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് പറയുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. അത് പൂർണ്ണമായിട്ട് പറയാൻ പാടാത്ത കാര്യമാണ്. കാര്യമാണ്. സൈന്യത്തിൽ അങ്ങനെ ഒരു കഥയുമില്ല, കഥയില്ല. കേണൽ ഖുറേഷിക്ക് അനുകൂലമായി പറഞ്ഞു അത് വഡോദരയുടെ മകളാണ്, രാജ്യത്തിന്റെ മകളാണെന്ന് പറഞ്ഞു. അതിൽ പോലും ഈ മന്ത്രി പറഞ്ഞ തെറ്റാണ് എന്നൊരു വാക്ക് മന്ത്രിയുടെ പേരെടുത്ത് പറയുന്നില്ല. BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും പറയുന്നില്ല. ഒരു FIR ഇടുന്നില്ല. FIR ഇട്ട് എപ്പോഴാണ്? അവിടുത്തെ ഹൈക്കോടതി വടിയെടുത്തപ്പോഴാണ് FIR പോലും ഇടുന്നത്. FIR ഇട്ട FIR എങ്ങനെയാണ്? വാലും തലയില്ലാത്ത ഒരു പല്ലില്ലാത്ത FIR എന്ന് പറയുന്നത് കോടതിയാണ്. ഉല്ലാസ് ബാബു, ഇത് മറ്റു വിഷയം പോലെയാണോ? ആക്ട് ചെയ്യേണ്ടൊക്കെ കടുത്ത ഭാഷയിൽ. നോക്കൂ ഹാഷ്മി പറഞ്ഞ വിഷയം ഒന്നുകൂടി ലാസ്റ്റ് പറഞ്ഞ വരി എന്താ? ലാസ്റ്റ് പറഞ്ഞതെന്താ? അല്ല, ഞാൻ ചോദിച്ചത് കടുത്ത ഭാഷയിൽ ആക്ട് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? മറ്റു വിഷയങ്ങൾ പോലെയാണോ? മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ പോലെയാണോ? ഇത് കടുത്ത ഭാഷയിൽ പ്രവർത്തിക്കേണ്ട വിഷയമല്ലേ? ഹാഷ്മി, ഒരു സംശയമില്ലെന്നേ. ഞാൻ പറഞ്ഞല്ലോ, BJP-യുടെ കേന്ദ്ര സർക്കാരോ ഒരു കാരണവശാലും ഇങ്ങനൊരു ചിന്താഗതി പോലും ഇല്ലാത്ത. ഞാൻ ചോദിക്കട്ടെ, ഇത്ര കോടിക്കണക്കിന് ജനങ്ങൾ പരിപൂർണമായി ബഹുമാനിച്ച് അംഗീകരിച്ച് 100% എല്ലാ തരത്തിലും ബഹുമാനിക്കുന്ന ഈ സേനയെക്കുറിച്ച് ഒരു വ്യക്തി അത് പറഞ്ഞുവെങ്കിൽ 100% ആ വ്യക്തിയുടെ മാത്രം അഭിപ്രായമാണ്. പാർട്ടിക്കോ കേന്ദ്ര സർക്കാരിനോ BJP-ക്കോ ഒരു പങ്കാളിത്തമില്ല. പരിപൂർണമായിട്ട് നടപടികൾ ഉണ്ടാകും. ആ നടപടികൾ ആ പാർട്ടിയുടെ തലത്തിൽ എടുക്കണം. അപ്പോൾ ഞാനോ ഹാഷ്മിയോ എടുക്കാൻ സാധ്യമാവില്ല. അപ്പോൾ പാർട്ടിയുടെ തലത്തിൽ തന്നെ നടപടി എടുക്കുമെന്നുള്ളത് 100% കറക്റ്റാണ്. പിന്നെ ഹാഷ്മി ചോദിച്ച കാര്യം പൂർണ്ണമായിട്ട് നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു ആവശ്യകതയില്ല. ആ സഹോദരി അങ്ങനെ ഒരു കാര്യത്തിൽ ചർച്ചയിൽ വരേണ്ട വിഷയമല്ല. ഈ രാജ്യത്തിന് വേണ്ടി 100% ഡെഡിക്കേഷനോട് കൂടി ഈ സമൂഹത്തിനെ കാത്തവരാണ് അവർ, കരുതലോടുകൂടി കാത്തവരാണ് അവർ. അവർക്ക് എതിരെ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. ഇനി അയാൾ എന്തുദ്ദേശം വെച്ച് സംസാരിച്ചതാണെങ്കിലും ആ ഉദ്ദേശത്തെ ഞാനോ ഹാഷ്മിയോ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ നേരത്തെ പറഞ്ഞ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥൻ അദ്ദേഹം സാറോ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കേരളവും അംഗീകരിക്കില്ല, ഭാരതവും അംഗീകരിക്കില്ല, BJP-യും അംഗീകരിക്കില്ല. പിന്നെ ഒരു വ്യക്തി ഇത് പറഞ്ഞു, അത് ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ശിരസ വഹിച്ച് അതാണ് ശരിയെന്നും പറയാനൊന്നും ഞങ്ങളാരും തയ്യാറില്ല. BJP-യും തയ്യാറില്ല, BJP-യും തയ്യാറില്ല, കേന്ദ്ര സർക്കാരും തയ്യാറില്ല. 100% നടപടികളുണ്ടാവും. ആ നടപടി എടുക്കേണ്ട തലത്തിൽ എടുക്കേണ്ട ആളുകൾ തന്നെയാണ് എടുക്കുക. ഹാഷ്മി 100% പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തന്നെ പാർട്ടി പരിഗണിക്കും. അല്ലെങ്കിൽ ഹാഷ്മി അടക്കമുള്ള പൊതുസമൂഹം, ഭാരതീയർ അനുഭവിച്ചിട്ടുള്ള ഈ പ്രയാസത്തെ പൂർണ്ണമായിട്ട് തന്നെ BJP എടുക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് നടക്കുകയും ചെയ്യും.
ഓക്കെ, ഉല്ലാസ് ബാബുവും കേരളത്തിലെ BJP നേതൃത്വം അങ്ങനെ പറയൂ എന്നെനിക്ക് നന്നായി അറിയാം. അല്ലാതെ മറിച്ചൊരു നിലപാട് നിങ്ങൾ ആരും പറയില്ല. അത്രത്തോളം ബോധമില്ലാത്ത ആരും ഇവിടെ ഇല്ലെന്നാണ് എനിക്കും അറിയാം. ശ്രീ രാഹുൽ ഈശ്വർ, കേരളത്തിലെ BJP നേതൃത്വം ഒന്നല്ല ഹാഷ്മി, നമ്മൾ ഭാരതീയർ എല്ലാവരുമായ ആറ്റിറ്റ്യൂഡാണ്. ഒരാൾ പൊട്ടയായി പോയി അല്ലെങ്കിൽ പൊട്ട വർത്തമാനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് BJPയുടെ രാജ്യസ്നേഹത്തിനോ BJP സൈനികരോടുള്ള ബഹുമാനത്തിനോ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവൃത്തിയോ ഒന്നും നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ സാധിക്കില്ലല്ലോ. ഇവിടെ നമ്മൾ കൃത്യമായി തന്നെ പറയുന്നു, ഒരു പേട് അനാവശ്യം പറഞ്ഞുവെങ്കിൽ അനാവശ്യത്തിന്റെ പുറകെ പോകാൻ BJP ഇല്ല. വ്യക്തമാണ്. പക്ഷേ ആ പേടി ഇപ്പോഴും മന്ത്രിസ്ഥാനം തുടരുന്നു എന്നതാണ് സങ്കടം. അയാൾ എന്താണ് ഒരു തവണ അല്ല 10 തവണ രാജിവെക്കാം എന്നൊക്കെ പറഞ്ഞാലും അതും പോരാ. പാർട്ടി അത് കൃത്യമായി തന്നെ തീരുമാനം.